ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാസിൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വഴികാട്ടി പ്രവർത്തന പാഠങ്ങൾ. ഇതിൽ കണക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും പറയുന്നുണ്ട്. ക്ലാസ് 4 മാത്തമാറ്റിക്സ് ആക്ടിവിറ്റി 1. ലെറ്റ്സ് ഫൈൻഡ് ദ റെക്റ്റാങ്കിൾസ്. We can identify the rectangular shapes around us. Look at the pictures given below. Find the maximum number of rectangles in each. ഇവിടെ ചുറ്റും കാണുന്ന ചതുരരൂപങ്ങളെ തിരിച്ചറിയാൻ നമുക്കറിയാം. അപ്പോൾ ഓരോ ചിത്രങ്ങളിലും പരമാവധി എത്ര ചതുരങ്ങളുണ്ടെന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പ്രവർത്തനം 1. ചതുരങ്ങൾ കണ്ടെത്താം. ചുറ്റും കാണുന്ന ചതുരരൂപങ്ങളെ തിരിച്ചറിയാൻ നമുക്കറിയാം. ചുവടെയുള്ള ചിത്രങ്ങളിൽ ഓരോന്നിലും പരമാവധി എത്ര ചതുരങ്ങളുണ്ടെന്ന് കണ്ടെത്തുക, എണ്ണി എഴുതുക. നോക്കാം, നമുക്ക് ഓരോ ചിത്രങ്ങളായി എടുത്ത് നമുക്ക് എഴുതാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ ബുദ്ധി വികസിക്കുന്ന ഒരു കണക്കുകളാണ്. അപ്പോൾ കൂട്ടുകാരിത് സ്വയം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. എന്നാലും ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളിതൊരു ഗെയിമായി എടുത്ത് വീട്ടിൽ മുതിർന്നവരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സായിട്ടോ സിസ്റ്റേഴ്സായിട്ടോ നിങ്ങൾക്കൊരു പന്തയൊക്കെ വെച്ച് നമുക്ക് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ഗെയിമായിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചിത്രം. ഇതിൽ എത്ര കള്ളികളുണ്ടെന്ന് നമുക്ക് നോക്കാം. 1, 2, 3 കള്ളികൾ നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വലിയൊരു കള്ളിയും. അപ്പോൾ 4. ഇനി 1ഉം 2ഉം കള്ളികളെ ഒന്നാക്കുക. അപ്പോൾ നമുക്ക് 5 കള്ളികൾ കിട്ടും. 2ഉം 3ഉം കള്ളികൾ ഒന്നാക്കിയാൽ നമുക്ക് 6 കള്ളികൾ കിട്ടും. അത് കൂട്ടുകാർ ഇങ്ങനൊരു ക്രിയാരൂപത്തിൽ ചെയ്ത് നോക്കണം. 1 + 2 + 3. അപ്പം നമുക്ക് എത്ര കിട്ടും? 1ഉം 2ഉം 3, 3 + 3 6. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ചിത്രം, പിക്ചർ 2. ഇവിടെ നമുക്ക് വലത്തോട്ട് 1, 2, 3 കള്ളികളുണ്ട്. അതുപോലെ താഴോട്ടും 3 കള്ളികളുണ്ട്. അപ്പോൾ കൂട്ടുകാർ, ഇതൊക്കെ ഇതിൻ്റെ ഒരു എളുപ്പ രീതിയാണ്. പക്ഷേ കൂട്ടുകാർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണി നോക്കി തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾക്ക് 1 + 2 + 3 എത്ര കിട്ടും? 1ഉം 2ഉം 3, 3 + 3 6. അതുപോലെ താഴോട്ട് 1 + 2 + 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6. ഇനി നമ്മൾ ഈ 2 6നെയും ഗുണിച്ച് നോക്കണം. 6 × 6 6 6 36. 6 × 6 is equal to 36. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതുന്നതിന് മുമ്പേ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഇതുപോലെ സ്കെച്ച് ഉപയോഗിച്ച് ഓരോ കളർ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിതിൻ്റെ കൃത്യമായ കണക്ക് കിട്ടും. ഓക്കെ, ഇതാണ് പിക്ചർ 3, മൂന്നാമത്തെ ചിത്രം. ഇതിലും കൂട്ടുകാർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഇതിൻ്റെ ഉള്ളിലുള്ള കള്ളി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു പിടിക്കുക. എന്നിട്ട് നിങ്ങൾ 1 + 2 എന്ന് എഴുതുക. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 1 + 2 3. അതുപോലെ താഴോട്ടും 1 + 2 3. 3ഉം 3ഉം എത്രയാണ്? ഗുണിച്ചു നോക്കൂ. 3ഉം 3ഉം 9. ആ 9 നിങ്ങൾ അവിടെ നിർത്തി ഉള്ളിലുള്ള കള്ളിയെ ഇതുപോലെ ചെയ്തു നോക്കൂ. 1 + 2 3, താഴോട്ടും 1 + 2 3. അപ്പം നമുക്ക് വലിയ കള്ളികളിലും 9, ചെറിയ കള്ളികളിലും 9. ഇനി 9ഉം 9ഉം കൂട്ടി നോക്കുക. 9 + 9 18. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പിക്ചർ 4, നാലാമത്തെ ചിത്രമാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഭയങ്കര പ്രയാസമായിരിക്കും കൂട്ടി നോക്കാൻ, അല്ലേ? ഇതും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം.
ഇവിടെയും നമ്മൾ ഉള്ളിലുള്ള കള്ളികളെ അവിടെ ഇല്ല എന്ന് സങ്കല്പിക്കുക. അതെല്ലാം പുറത്തേക്ക് നമ്മൾ വേറെ വരച്ചു ചേർക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ എത്ര കള്ളികളുണ്ടെന്ന് എണ്ണി നോക്കണം. 1 2 3 4. ഇനി ഇതിനെ നമ്മൾ കൂട്ടി നോക്കണം. 1 + 2 3, 3 + 3 6, 6 + 4 10. അതുപോലെ തന്നെ താഴോട്ടും 4 കള്ളികളുണ്ട്. അവിടെയും 1 + 2 + 3 + 4. അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. 10 × 10 എത്രയാണ്? 10 10 100. ആ 100 അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ചെറിയ കള്ളികളെ ഇതുപോലെ ചെയ്തു നോക്കാം. ചെറിയ കള്ളികൾ നമ്മൾ ഇതിന് മുമ്പേ കഴിഞ്ഞ കള്ളിയിൽ നമുക്ക് ഈ ഉള്ളിലുള്ള ചെറിയ കള്ളി നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ 1 + 2 3, 1 + 2 3, 3 3 9. അപ്പോൾ നമുക്കിവിടെ 4 ചെറിയ കള്ളികളുണ്ടല്ലേ. അപ്പോൾ 4 9 കിട്ടും. 4 9 36. ഇനി 36 100 + 36 എത്ര കിട്ടും? 136 കള്ളികളുണ്ട്. ഇനി നമുക്ക് അടുത്ത പിക്ചർ നോക്കാം. ആക്ടിവിറ്റി 2, triangles and rectangles. Find the maximum number of triangles and rectangles in each figure. അപ്പോൾ എത്ര ത്രികോണങ്ങൾ, ചുവടെയുള്ള ചിത്രങ്ങളിൽ ഓരോന്നിലും പരമാവധി എത്ര ത്രികോണങ്ങളുണ്ട്, ചതുരങ്ങളുണ്ട് എന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ ആദ്യത്തെ പിക്ചർ നോക്കൂ, എത്ര സിമ്പിളാണല്ലേ. നമുക്ക് തന്നെ അറിയാം എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പോൾ കൂട്ടുകാർ 1 2 3, ഉള്ളിൽ 3 എണ്ണം, ഏറ്റവും ഉള്ളിലായിട്ട് നമുക്ക് നടുവിലായിട്ടൊന്നുമുണ്ട്. അപ്പോൾ മൊത്തം 4. പിന്നെ മെയിനായിട്ട് 1. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അതിൽ ചതുരങ്ങൾ ഇല്ല. രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര ചതുരങ്ങളും എത്ര ത്രികോണങ്ങളും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ചതുരങ്ങൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതിന് കൂട്ടുകാർ ഇതുപോലെ ചതുരം വരയ്ക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ഒരു കള്ളികളും നിങ്ങളിടണ്ട. മെയിനായിട്ട് വരുന്ന 2 കള്ളികൾ മാത്രം വരച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് 4 കള്ളികൾ ആകെ കിട്ടും. അപ്പോൾ നിങ്ങൾ 1 + 2 എന്നെഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 3. അതുപോലെ തന്നെ താഴോട്ടും 1 + 2 = 3. 3 3 എത്രയാണ്? 3 9. അപ്പോൾ ഇതിൽ 9 ചതുരങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതിലെ ത്രികോണങ്ങളെ നോക്കാം. ഇവിടെ കൂട്ടുകാർ ഇതുപോലെ സ്കെച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരച്ചാൽ എത്ര ത്രികോണങ്ങളുണ്ടെന്ന് കാണാൻ പറ്റും. ഇവിടെ ആദ്യത്തെ കള്ളിയിൽ 2 എണ്ണം, 2 2 4 6 8. ഇനി മെയിനായിട്ട് ഇതിൻ്റെ ഒന്നാകതിൻ്റെ ഉള്ളിലായിട്ട് 4 എണ്ണം, 8 4 12. അതുപോലെ 2 ചതുരങ്ങളുടെ ഉള്ളിലായിട്ട് ഓരോ ത്രികോണവും. അങ്ങനെ മൊത്തം 16 ത്രികോണങ്ങളുണ്ട്. ഇനി നമുക്ക് അടുത്ത പിക്ചർ നോക്കാം. പിക്ചർ 3. ഇവിടെ നമുക്ക് ഇതുപോലെ സ്കെച്ച് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമുക്ക് ആദ്യം 2 ത്രികോണങ്ങളെ കിട്ടി. ഇവിടെ 6 ത്രികോണങ്ങൾ, 6 2 8. ഇവിടെയും 6 ത്രികോണങ്ങൾ, 14 ത്രികോണങ്ങളായി. ഇവിടെ 4 ത്രികോണങ്ങൾ, 14 4 18. വീണ്ടും 2 ത്രികോണങ്ങൾ, 20 ത്രികോണങ്ങൾ. ഈ ചിത്രത്തിൽ മൊത്തം 20 ത്രികോണങ്ങളുണ്ട്. അടുത്തത് പിക്ചർ 4. നമുക്കറിയാം ഇതിൽ ഒരുപാട് ചതുരങ്ങളും ഒരുപാട് ത്രികോണങ്ങളും ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചാലോ? ആദ്യം നമുക്കിതിലെ ചതുരങ്ങളെ കണ്ടുപിടിക്കാം. അപ്പോൾ കൂട്ടുകാർ നേരത്തെ ചെയ്തതുപോലെ 1 + 2 + 3 + 4 10. അതുപോലെ താഴോട്ടും 1 + 2 + 3 + 4 എത്ര കിട്ടും? 1 2 3, 3 + 3 6, 6 + 4 10. 10 × 10 എത്രയാണ്? 100. 10 10 100. അപ്പോൾ ഈ പിക്ചറിൽ 100 ചതുരങ്ങളുണ്ട്. ഇനി നമുക്കിതിലെ ത്രികോണങ്ങളെ കണ്ടുപിടിക്കാം. അപ്പോൾ കൂട്ടുകാരെ ഞാൻ ചെയ്തത് നോക്കൂ. ഇതുപോലെ
എത്ര ത്രികോണങ്ങളുണ്ട്? ആദ്യം നമുക്ക് ചെറിയ ത്രികോണങ്ങളെ ഇതുപോലെ നമ്പർ ഇട്ട് തിട്ടപ്പെടുത്തണം. ഓക്കെ, ഇവിടെ 32 ത്രികോണങ്ങൾ കാണുന്നുണ്ട്. ഇതുപോലെ ഓരോ കള്ളികളിലും 4 ത്രികോണം വീതം വീണ്ടും നമുക്ക് കിട്ടുന്നു. ഇനിയോ ഇതുപോലെ 4 ത്രികോണങ്ങളെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടുന്നുണ്ട്. വീണ്ടും നമുക്ക് ഓരോ കള്ളിയിലും ഇതുപോലെ വീണ്ടും ത്രികോണങ്ങളെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്കിതിൽ നിന്ന് ത്രികോണങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഓരോ ത്രികോണങ്ങളും എത്രയുണ്ടെന്ന് എഴുതി നോക്കണം. ഓക്കെ. ആക്ടിവിറ്റി 3. വിയർ മാസ്ക് കീപ്പ് ഹെൽത്ത്. ആരോഗ്യ സംരക്ഷണത്തിന് എല്ലാവരും മാസ്ക് ധരിക്കണം. ദിസ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ബൈ അവർ ഗവൺമെൻറ്. വി ഹാവ് ടു ഒബേ ഇറ്റ്. അപ്പോൾ ഇതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? അപ്പോൾ നിർദ്ദേശം എല്ലാവരും പാലിക്കണം. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട്? ഈച്ച് ഓഫ് ദം നീഡ് 2 masks. ദ കോസ്റ്റ് ഓഫ് എ മാസ്ക് ഈസ് 8 rupees. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മാസ്ക്? ഒരാൾക്ക് 2 മാസ്ക് വേണം. ഒരു മാസ്കിന് 8 രൂപയെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും 2 വീതം മാസ്ക് വാങ്ങാൻ ആകെ എത്ര രൂപയാകും? അപ്പോൾ എൻ്റെ ഫാമിലിയിൽ 5 ആളുകളാണ്. അപ്പോൾ ഒരു മാസ്കിന് 8 രൂപയാണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 2 മാസ്കിനോ? 8 + 8 16 രൂപ. ഇനി എൻ്റെ ഫാമിലിയിൽ 5 ആളുകളുണ്ട്. അപ്പോൾ 16 × 5 എത്രയാണ്? 80. അപ്പം ഞങ്ങൾക്ക് നമ്പർ ഓഫ് മെമ്പേഴ്സ് 5 ആൻഡ് ടോട്ടൽ കോസ്റ്റ് 80. ഓക്കെ. ആക്ടിവിറ്റി 4. There are 125 students in Amina's school. Each student need 2 masks. 10 masks can be stitched in 1 meter of cloth. How many meters of cloth is needed to stitch masks for 125 students? ഇവിടെ ആമിനയുടെ സ്കൂളിൽ ആകെ 125 കുട്ടികളുണ്ട്. ഓരോ കുട്ടിക്കും 2 മാസ്ക് വേണം. 1 മീറ്റർ തുണി കൊണ്ട് 10 മാസ്ക് നിർമ്മിക്കാം. എന്നാൽ 125 കുട്ടികൾക്ക് 2 വീതം മാസ്ക് നിർമ്മിക്കാൻ എത്ര മീറ്റർ തുണി വേണം? ലെറ്റ്സ് ഫൈൻഡ് ദ ആൻസർ. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം? നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്. ആദ്യം എത്ര കുട്ടികൾക്ക് മാസ്ക് വേണം എന്നെഴുതണം. 125 കുട്ടികളുണ്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് എത്രയാണ്? 125, 125. നമ്പർ ഓഫ് മാസ്ക് ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ്. ഓരോ കുട്ടിക്കും എത്ര മാസ്ക് വേണം? ഒരാൾക്ക് എത്ര മാസ്ക് വേണം? 2 മാസ്ക് അല്ലേ? 2 മാസ്ക്. ടോട്ടൽ നമ്പർ ഓഫ് മാസ്ക് 125 കുട്ടികൾക്ക് ആകെ എത്ര മാസ്കുകൾ വേണം എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് മാസ്ക് 250. 250 മാസ്കുകൾ വേണം 125 കുട്ടികൾക്ക്. ക്ലോത്ത് റിക്വയർഡ് ഫോർ മേക്കിംഗ് മാസ്ക് ഫോർ ഓൾ സ്റ്റുഡൻറ്റ്. ആകെ മാസ്കുകൾക്ക് ആവശ്യമായ തുണി എത്രയാണ്? 25 മീറ്റർ. 25 മീറ്റർ ക്ലോത്ത് വേണം ഇവിടെ. The cost of 1 meter cloth is 80 rupees. Find the total cost of cloth needed for making mask in Amina's school. 1 മീറ്റർ തുണിയുടെ വില 80 രൂപയാണ്. ആമിനയുടെ സ്കൂളിൽ മാസ്ക് നിർമ്മിക്കാൻ ആവശ്യമായ തുണിക്ക് എത്ര രൂപയാകും? അപ്പോൾ നിങ്ങൾ താഴെയുള്ള കോളത്തിൽ ഇതിൻ്റെ ക്രിയകൾ ചെയ്യണം. അപ്പോൾ ഇവിടെ 1 മീറ്റർ തുണിയുടെ വില 80, 80 rupees. മാസ്ക് നിർമ്മിക്കാൻ ആവശ്യമായ തുണി എത്രയാണ്? 25 മീറ്റർ, 25 മീറ്റേഴ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 80 × 25. അപ്പം നിങ്ങൾ ഗുണിച്ച് നോക്കണം. 80 × 25. അപ്പം നമുക്ക് 2000 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ആമിനയുടെ സ്കൂളിൽ മാസ്ക് നിർമ്മിക്കാൻ ആവശ്യമായ തുണിക്ക് 2000 രൂപ ആവശ്യമാണ്.
കൂട്ടുകാർക്ക് ക്രിയകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്